സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ നികുതി സ്ലാബുകൾ വെട്ടിക്കുറച്ച് നടപ്പാക്കിയ GST പരിഷ്കരണം പ്രാബല്യത്തിൽ. GST നികുതി സ്ലാബുകൾ 5%, 18% എന്നിങ്ങനെയാണ് പുനർനിശ്ചയിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കുറയുമെന്നതാണ് പുതിയ പരിഷ്കാരത്തിന്റെ മെച്ചം. आत्मनिर्भर भारत अभियान के लिए एक और महत्वपूर्ण और बड़ा कदम उठा रहा है. स्वास्थ्य और जीवन बीमा, ऐसे अनेकों सामान, अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल 5% टैक्स देना होगा. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം കൊണ്ടുവരുന്ന പ്രഖ്യാപനമാണ് നമ്മൾ ഈ കേട്ടത്. നിത്യോപയോഗ സാധനങ്ങൾക്കടക്കം വലിയ വിലക്കുറവ് ഉണ്ടാകാൻ പോകുന്നു. എന്താണ് ഈ ന്യൂ ജനറേഷൻ GST കൊണ്ട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ? പരിശോധിക്കാം. രാജ്യം അത്യാഹ്ലാദത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശ്രവിച്ചത്. ഇതിലും വലിയ ജാക്ക്പോട്ട് രാജ്യത്തെ സാധാരണക്കാരന് ലഭിക്കാനില്ല. നിത്യജീവിതത്തിൽ അവൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും വില കുറയാൻ പോകുന്നു. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 GST നികുതി സ്ലാബുകൾ 5%, 18%മായി ചുരുക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ 18% നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ചതാണ് പ്രധാനം. പലചരക്ക്, വളം, പാദരക്ഷ, തുണിത്തരങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുതൽ താങ്ങാനാവുന്നതിലേക്ക് മാറും. നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ GST പരിഷ്കരണത്തെ നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മൾ സാധാരണക്കാർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആകാൻ പോകുന്നത്. ഈ ഉത്സവകാലത്ത് ഓരോ കുടുംബത്തിനും നരേന്ദ്രമോദി സർക്കാർ താങ്ങാവുകയാണ്. ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, സോപ്പ് ബാർ, ടൂത്ത് ബ്രഷ്, ഷേവിംഗ് ക്രീം, ബ്രെഡ്, പനീർ, നെയ്യ്, ചീസ്, പിസ്ത, ഈന്തപ്പഴം, ന്യൂഡിൽസ് തുടങ്ങിയവയുടെ നികുതി 18%-ൽ നിന്നും 5%-ലേക്കാണ് കുറച്ചത്. ഇതോടെ ഇവയുടെ വില കുത്തനെ താഴും. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ 12% നികുതി പൂർണ്ണമായി ഒഴിവാക്കിയതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പെൻസിൽ, നോട്ട്ബുക്ക്, മാപ്പ്, ചാർട്ട് അടക്കം വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നിരവധി പഠനോപകരണങ്ങളുടെ നികുതി പൂർണ്ണമായി ഒഴിവാക്കിയതോടെ സ്കൂൾ തുറപ്പ് സമയത്തെ പിരിമുറുക്കം ആയെയും. ഇതോടെ എല്ലാം തീർന്നെന്ന് കരുതരുത്. ഇനിയാണ് ശരിക്കും ജാക്ക്പോട്ട് വരുന്നത്. എന്താണെന്നല്ലേ? കണ്ടു നോക്കൂ. ചെറുകാറുകൾക്കും 350 cc വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും വില കുറയും എന്നത് ഇന്ത്യ പോലൊരു രാജ്യത്ത് ചെറിയ കാര്യമല്ല. ചെറിയ ഒരു കാറെങ്കിലും ഇല്ലാത്ത ഒരു ഇടത്തരം കുടുംബവും ഇനി മുതൽ രാജ്യത്ത് ഉണ്ടാകില്ലെന്ന ചുരുക്കം. AC, ടെലിവിഷൻ എന്നിവയുടെ വിലയും കുത്തനെ കുറയുന്ന വസ്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. സിമന്റിന്റെയും മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയുടെയും വില കുറയുന്നത് സാധാരണക്കാരന് വീടെന്ന സ്വപ്നത്തിന് ഗതിവേഗം നൽകും. ജീവൻ രക്ഷാ മരുന്നുകൾ, ആരോഗ്യ ഉൽപ്പന്നങ്ങൾ, ചില മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ നിരക്ക് 12%, 18% എന്നിവയിൽ നിന്നും 5%-ആയതിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ചിലതിനെ പൂർണ്ണമായി നികുതിയിൽ നിന്നും ഒഴിവാക്കി എന്നുകൂടി അറിയുമ്പോൾ ന്യൂ ജനറേഷൻ GSTയുടെ ഉൾക്കരുത്ത് മനസ്സിലാകും. അതേസമയം പുകയില, സിഗരറ്റ്, എയറേറ്റഡ് പാനീയങ്ങൾ, പാൻ മസാല അടക്കം മനുഷ്യന്റെ ആരോഗ്യം തകർക്കുന്ന 7 ഇനങ്ങൾക്ക് വില കുത്തനെ കൂട്ടിയിട്ടുമുണ്ട്. ഇനി കുറയുന്ന വിലയിൽ പൊതുജനങ്ങൾക്ക് എങ്ങനെ സാധനങ്ങൾ ലഭ്യമാക്കും? അതിനും നരേന്ദ്രമോദിക്ക് ഉത്തരമുണ്ട്. അതിനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാൻ തയ്യാറായി കഴിഞ്ഞു. പുതുക്കിയ വിലയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിലും പ്രദർശിപ്പിക്കും. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ മാറ്റവും മിക്ക കമ്പനികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നികുതി നിരക്കുകൾക്കനുസരിച്ച്
വ്യാപാരികൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണം. നികുതി മാറുന്ന ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവയുടെ അവസാന ക്ലോസിംഗ് സ്റ്റോക്ക് പ്രത്യേകം രേഖപ്പെടുത്തണം എന്നാണ് നിർദ്ദേശം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? കാശ് തികയാത്തതിനാൽ മാറ്റിവെച്ച ആഗ്രഹങ്ങളൊക്കെ പൊടിതട്ടി എടുക്കുകയല്ലേ? എല്ലാം ഉഷാറാകട്ടെ. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.